ഈ ഗെയിമിന്റെ ഒരു ടോട്ടാലിറ്റിയെ കുറിച്ച് ചിന്തിച്ചാൽ എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ചെക്ക്മേറ്റ് ആണ്. എന്താ ചെക്ക്മേറ്റ് എന്ന് പറയുന്നത്? നമുക്കവിടെ ഒപ്പോണന്റായിട്ട് ഒരു രാജാവ് ഉണ്ടാവും. ആ രാജാവിനെ നമ്മൾ തോൽപ്പിക്കുക, ചെക്ക്മേറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന ശേഷം ആ രാജാവിനെ നമ്മൾ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഓരോ ചെസ് ബോർഡിലും 16 പീസസ് വെച്ചുണ്ടാവും. അങ്ങനെ എന്താണ് ഈ ഫൈനലി നമ്മുടെ ഈ രാജാവിനെ, ഈ പറയുന്ന എതിരാളിയുടെ രാജാവിനെ നമ്മൾ ചെക്ക്മേറ്റ് ആയിട്ട് സങ്കല്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ചെക്ക്മേറ്റ് ആക്കി അതിൽ നമ്മൾ വിജയിയായി തീരും. ഇതാണ് ഒരു ഗെയിമിൻ്റെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താ സംഭവിക്കുന്നത്? നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ കരുക്കൾ നീക്കാൻ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് വേണ്ടി മറ്റുള്ളവരാണ് ഈ കരുക്കൾ നീക്കുന്നത്. അതിൽ രസകരമായ കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ആരൊക്കെയാണ്? അപ്പോൾ ഈ പറയുന്ന നമുക്ക് വേണ്ടി കരുക്കൾ നീക്കുന്നത് ആരൊക്കെയാണ്? നമ്മൾ വളരെയധികം വിശ്വസിക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ആളുകളൊക്കെ തന്നെയാണ് ഈ കരുക്കൾ നീക്കുന്നത്. ആരൊക്കെയാണ്? ഫാമിലി ഉണ്ടാവാം, സൊസൈറ്റി ഉണ്ട്, റിലിജൻ ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾക്ക് വേണ്ടി നമ്മുടെ ലൈഫിൻ്റെ കരുക്കൾ നീക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് വിശദമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് വേണ്ടി ആരൊക്കെയാണോ കരുക്കൾ നീക്കുന്നത് അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മറുകരയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ മറുവശത്ത് നിന്നുകൊണ്ട് വെള്ള കരുക്കളാണ് നമ്മൾ നീക്കുന്നതെങ്കിൽ കറുത്ത കരുക്കളും നീക്കുന്നത് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് തന്നെ.